ഹലോ, ഇന്ന് ഞങ്ങൾക്കൊരു വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ രണ്ടാളുള്ളത്. പിന്നെ ഇന്ന് ചിക്കൻ ബിരിയാണി സേമിയ പായസം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. സേമിയ പായസം ഉണ്ടാക്കാനുള്ള സേമിയാണ് ഇവിടെ കുതിർത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് വേറൊരു മലയാളി ഫാമിലിയും കൂടി വരുന്നുണ്ട്, അവർക്കും കൂടി ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഈ ചെക്കനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിന്. പിന്നെ ബർത്ത്ഡേ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അലോട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അന്ന് ഒറ്റയ്ക്ക് പായസവും ബിരിയാണി ഉണ്ടാക്കി. പിന്നെ ആ കാരണം പറഞ്ഞിട്ട് അലോട്ടൻ അങ്ങനെ അടുക്കളയിൽ കയറ്റി. കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള അടുക്കളയിലെ കോലാണ് ഈ കാണുന്നതെല്ലാം ചറ പറയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പണിയും കൂടി ബാക്കിയുണ്ട്, പായസം ഉണ്ടാക്കൽ. അതിനിപ്പോൾ ഇനി മാർക്കറ്റിൽ പോകണം. മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് പായസം ഉണ്ടാക്കാം. അതിനിടയിൽ രണ്ടാളും ഇവിടെ കുരുത്തക്കെട്ട് കളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മൾ അടുക്കളയിലായിരുന്ന സമയത്ത് കുറച്ച് സമയം അടങ്ങിയിരുന്നതിന് എത്രയോ സമാധാനം. അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ ഉണ്ടാകുന്ന സമയത്ത് പിറകെ വന്നു കൂടും. അല്ലെങ്കിൽ അടുക്കളയുടെ സ്റ്റാബിൻ്റെ മുകളിൽ കയറിയിട്ട് ഓരോ സാധനം വലിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. അതോടെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇതാണ് നമ്മളെ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി. വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇനിയിപ്പോൾ മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ നിലത്ത് കാലുകുത്താനേ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ പശുക്കളെല്ലാം ഇങ്ങനെ അഴിച്ചു വിടും. അതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഫുഡ് വേസ്റ്റ് എല്ലാം ഇങ്ങനെ കളയും. പ്ലാസ്റ്റിക്കുകൾ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കൂടുതൽ ഇവിടെ പന്നികളെ കാണും സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഇവിടെ എമ്മി ബേക്കറിയിലാണ് നമ്മൾ കേക്കെല്ലാം വാങ്ങിക്കാറ്. എല്ലാ തവണയും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. നല്ല കേക്കാണ്. നമ്മൾ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് പൈനാപ്പിൾ കേക്കാണ്. അങ്ങനെ നമ്മൾ കേക്കും മേടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലെത്തി. പെട്ടെന്നല്ല, ഒരു 6:30 ആയി. പിന്നെ അവരോട് പറഞ്ഞു പിന്നെ 7 മണിയാകുമ്പോൾ അവരെത്തും. പിന്നെ അവർ വന്നതിന് ശേഷം ഫുഡൊന്ന് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ പെട്ടെന്ന് പായസം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. സേമിയ പായസമാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എരുമപ്പാലാണ് കേട്ടോ മേടിക്കൽ. പിന്നെ മുന്നേ ആണെങ്കിൽ പശുവും പാലാണ് മേടിക്കൽ. ഇവിടെ പശുവും പാലിന് 1/2 ലിറ്ററിന് 25 രൂപയും എരുമപ്പാലിന് 30 രൂപയാണ്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലെ പാലും കൊണ്ട് വരും. പക്ഷേങ്കിൽ അവർ അതിൽ വെള്ളം ചേർത്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഫാമിൽ പോയിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല പാൽ നമുക്ക് കിട്ടും. പിന്നെ അലോട്ടൻ ഗിഫ്റ്റ് എന്ന ടോപ്പാണ് കേട്ടത്. പിന്നെ വേറൊരു ഡ്രസ്സ് ഇട്ട് തന്നു. പിന്നെ 2 ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ദമ്മിട്ട ബിരിയാണി പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ പുതിനയാണ് ഇതിൽ ഉപയോഗിച്ചത്. പിന്നെ പായസം റെഡിയായി. പിന്നെ അവർ വന്നതിന് ശേഷം കേക്ക് മുറിച്ചു. ഇടയ്ക്ക് കേക്ക് മുറിക്കുന്നതിനിടയ്ക്ക് കിച്ചു എന്നെ നോക്കുന്നുണ്ട്, ഇവരെന്താ ഈ ചെയ്ത് കൂട്ടുന്നതെന്ന്. ആൾക്ക് 1 വയസ്സാവുന്നതേ ഉള്ളൂ. സെപ്റ്റംബറിൽ 1 വയസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവർ വരുന്നത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിൽ മറന്നുപോയി. ഇത് ശംഭുചേട്ടൻ്റെ അമ്മയാണ്. പിന്നെ ശംഭുചേട്ടൻ്റെ അച്ഛനുണ്ട്. പിന്നെ ഹരിതയും. പിന്നെ അതിൻ്റെ ഇടയിൽ അതിലോട്ട് എത്ര കേക്ക് കൊടുത്തിട്ടും ഇച്ചു കഴിക്കുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തപ്പോൾ ഇച്ചു കഴിച്ചു കേട്ടോ. കഴിക്കുന്നുണ്ട്. ഞാനും സത്യം പറഞ്ഞാൽ കേക്കിൻ്റെ ആളാണ്. മധുരം എന്ന് പറഞ്ഞാൽ ജീവനാണ്. കേക്ക് എത്ര വേണമെങ്കിലും കഴിക്കും. പക്ഷേങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിൽ കഴിക്കുകയില്ല. ചെറിയൊരു കഷ്ണം കഴിച്ചാൽ അത്രേ കഴിക്കും. പക്ഷേങ്കിൽ ആരെ ബർത്ത്ഡേ ആണെങ്കിലും ഞാനും തന്നെ ഫസ്റ്റ് കേക്കിൻ്റെ ടേസ്റ്റ് നോക്കണം. അങ്ങനെ 2-3 ഇത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ക്വാർട്ടേഴ്സിൽ കേക്ക് മുറിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നിട്ട് ഫസ്റ്റ് കേക്ക് തോണ്ടിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഇച്ചുവിന് ഒരു കുഞ്ഞ് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിന്. അത് നൈനുവിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നൈനു തന്നെ ഇച്ചുവിന് കൊടുത്തു. ഞങ്ങൾ ഒരേ സമയത്താണ് കേട്ടോ നാഗ്പൂരേക്ക് വന്നത്. ഫാമിലി കൊണ്ടുവന്നത്. ഇപ്പോൾ 1.5 വർഷമായി വന്നിട്ട്. അവരിപ്പോൾ പോസ്റ്റിങ് പോവാന്ന്.
ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു നൈനു എന്തായാലും ഇച്ചുവിന് ഈ ഡ്രസ്സ് കൊടുക്കില്ലാന്ന്. വാങ്ങിച്ച സമയത്ത് തന്നെ നൈനു പറഞ്ഞു ഇത് നൈനുൻ്റെ ഇച്ചുവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇച്ചു വന്നതിന് ശേഷം ഇച്ചുവിന് കൊടുത്തു കേട്ടോ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഫിറ്റായിരുന്നു. വാങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു കറക്റ്റ് ആവില്ല, പക്ഷേ കറക്റ്റായിരുന്നു, സൈസ് കറക്റ്റായിരുന്നു. സാധാരണ ഏത് പിള്ളേർ വന്നാലും ഒരു സാധനവും കൊടുക്കില്ല. നൈനുൻ്റെ ഡ്രസ്സായാലും കളിക്കേണ്ട സാധനമായാലും ഒന്നും കൊടുക്കില്ല. എല്ലാം നൈനുൻ്റെ എന്ന് പറയും. ഇപ്പോൾ ഇച്ചു വന്നപ്പോൾ എല്ലാ സാധനവും ഇച്ചുവിന് കൊടുത്തിന് കേട്ടോ. പിന്നെ രണ്ടാളെയും കൂട്ടിയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം നൈനു പറഞ്ഞു എനിക്ക് ഈ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലത്തെ ഒരു ഡ്രസ്സ് നൈനുവിനുണ്ട്, മുന്നേയും മേടിച്ചത്. അതങ്ങനെ നൈനുവിന് ഇട്ട് കൊടുത്തു. ആ ഡ്രസ്സാണ് ഇത്. ഇപ്പോൾ രണ്ടാളും ഒരേപോലത്തെ. ഇപ്പോൾ നൈനു ഹാപ്പി. ഇപ്പോൾ നൈനുവിന് ഇച്ചുവിൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ ആണെങ്കിൽ ഈ ഇച്ചുവിൻ്റെ പ്രായത്തിലാണെങ്കിൽ നൈനു അവരെല്ലാം ഉപദ്രവിക്കുമായിരുന്നു, തള്ളിയിടുമായിരുന്നു, തല്ലുമായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ സ്നേഹിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉമ്മ കൊടുത്തു. ഇനിയിപ്പോൾ ഇവർ പോയിട്ടാകുമ്പോൾ ഇച്ചു തന്നെയായിരിക്കും കുറേ ദിവസത്തേക്ക്. രണ്ടാളും കളിച്ച് ലാസ്റ്റ് നൈനുൻ്റെ കളിപ്പാട്ടം മൊത്തം അങ്ങ് നിരത്തിയിട്ട് കേട്ടോ. ഈ സമയത്തെല്ലാം ഇവിടെ ഒരാൾ മിസ്സാണ് കേട്ടോ. ആരാ? ശംഭുച്ചേട്ടൻ. ഇവരെ കൊണ്ടാക്കി അവിടെ ശംഭുച്ചേട്ടൻ അങ്ങ് മുങ്ങി. പിന്നെ പൊങ്ങിയത് ഫുഡ് കഴിക്കാനാകുമ്പോഴാണ്. നമ്മൾ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കോൺസെൻട്രേഷൻ മൊത്തം ടി വിയിലായിരുന്നു കേട്ടോ. അച്ഛൻ സീരിയൽ കാണുന്നുണ്ടായത്. അവർക്കും വേണ്ട ഒരു ടൈം പാസ്. അങ്ങനെ എൻ്റെ ഇടയിൽ രണ്ടാളും ജോറായിട്ട് കളിക്കുന്നുണ്ട്. ഇനി ശംഭുച്ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ഛനമ്മക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവർ ശരിക്കും പക്ക നോൺ വെജാണ്. ഒരു ദിവസം പോലും നോൺ വെജ് ഇല്ലാണ്ട് പറ്റാത്ത ആൾക്കാരാണ് ഇവർ. ഇവരെ നാട് കൊല്ലത്താണ്. കൊല്ലത്തുള്ള വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി ഒന്നിച്ചായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തത്. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാവും എന്ന് പറയാറില്ലേ, അതുപോലെ ഇവിടെയുണ്ട്. ഒരു മലയാളിയല്ല, ഒരുപാട് മലയാളിയുണ്ട് ഇവിടെ. അവസാനം മുങ്ങിയ ആൾ പൊങ്ങി, ശംഭുച്ചേട്ടൻ അങ്ങനെ വന്നു. ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴേ ആൾ ഫുഡിൻ്റെ നെഗറ്റീവ് പറയാൻ തുടങ്ങിയിട്ടാ. ഉപ്പ് കുറവുണ്ട്, ചിക്കൻ വെന്തിട്ടില്ല എന്നല്ല. ശരിക്കും നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെല്ലാം പറഞ്ഞു. ഇവരോട് ശരിക്കും നമുക്ക് എന്തും പറയാവുന്ന രണ്ടാൾക്കാരാണ്. തിരിച്ചും അങ്ങനെയാണ്. ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചാൽ ഒരു ഗോൾ അങ്ങോട്ട് അടിക്കും. അങ്ങനെയാണ് ശരിക്കും സാധാരണ. ഇതെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് ഫുഡിനെ കുറ്റം പറയുന്ന കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.